Man, I love this watch. I just absolutely എന്ത് രസം നോക്കി. ഒരു നമുക്കൊന്ന് റോളക്സ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പക്ഷേ ദിസ് വാച്ച് ഗിവ്സ് ദാറ്റ് എന്തോ ഒരു സോളിഡ് സാധനം ഇട്ടേക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് തരുന്നൊരു കിടിലൻ വാച്ച് കേട്ടോ. ഐ ലവ് ദിസ് വാച്ച്. ഞാൻ മുമ്പ് കാസിയോ ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു, സീക്കോ NH35 മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള വാച്ചുകൾ ഇതിലും വില കുറവിൽ കിട്ടാനുണ്ടല്ലോ, പിന്നെ എന്താണ് ഈ ഒരു വാച്ചിന് മാത്രം ഇത്ര പ്രത്യേകത എന്നുള്ളത്? This is so good, man. I would say this is one of the best watch purchases I have ever done. ഇവരൊക്കെ ഈ വാച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? സീക്കോര മൂവ്മെൻറ്റും കാസിയോര പരിപാടികളും വരുന്ന ഒരു വാച്ച്, ദാറ്റ്സ് ലൈക്ക് ഡ്രീം കൊളാബറേഷൻ. അതാണ് ഒരു കാരണം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാനല്ല കേട്ടോ. ഒരുപാട് പേര് ഈ വാച്ചിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ഈ വാച്ച് കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാസിയോ എന്താണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് മനസ്സിലാവുള്ളൂ. കാസിയോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ന് വരെ ചെയ്തതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വാച്ചുകളൊന്നാണിത്. കാസിയോ ഓട്ടോമാറ്റിക് വാച്ചിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ ഈ വാച്ച് നേരിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോഴാണ് ശരിക്കും എന്താണ് ഈ വാച്ച് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓട്ടോമാറ്റിക് വാച്ച് എല്ലാവരും വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും പറ്റിയ സംഭവമല്ല ഓട്ടോമാറ്റിക് വാച്ച്. പക്ഷേ ഈ ഒരു വാച്ചിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അത് നീങ്ങണമെന്ന് വെച്ച് പറഞ്ഞതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഫോർമുല 1 റേസിൽ ടീം റെഡ് ബുളിൻ്റെ കാർ ഓടിക്കുന്ന മാക്സ് വെസ്റ്റപ്പൻ അറിയില്ലേ? പുള്ളിയുടെ കാറിലിരിക്കുന്ന എൻജിൻ ഒരു ഫെറാറിയോ പോഷോ അല്ലാന്നുണ്ടെങ്കിൽ മെഴ്സിഡസോ ഒന്നുമല്ല, അതൊരു ഹോണ്ട എഞ്ചിനാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കണക്റ്റ് ആവും. അപ്പോൾ കണക്റ്റ് ആയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.